അങ്കമാലിയിൽ വീട്ടിൽ തീപിടുത്തം 4 പേർക്ക് ദാരുണാന്ത്യം. ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. എബി തോമസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. എബി, ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, പക്ഷേ ഇപ്പോൾ അതല്ല എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഭദ്ര, ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു വലിയ ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും ഇന്ന് രാവിലെ 4 മണിക്ക് ശേഷമാണ് ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. രാവിലെയാണ് ഇവരുടെ ഈ ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ബിനുവും ഭാര്യയും 2 മക്കളും അവിടെയാണ് താമസിച്ചിരുന്നത്. ആ റൂമിൽ നിന്നുമാണ് പുക ഉയരുന്നത് കണ്ടത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് അമ്മ അവിടെ ജോലിക്കുണ്ടായിരുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി കൂടി ഉണ്ടായിരുന്നു. അയാളെ കൂട്ടി ഈ മുറി തുറക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അത് പരാജയപ്പെട്ടതോടുകൂടി പുറത്തിറങ്ങി നിലവിളിക്കുകയായിരുന്നു. ഉടനെ അവിടെ ഈ പ്രഭാത സവാരിക്കാർ അതിലെ ഉണ്ടായിരുന്നു. അവരാണ് വീണ്ടും ഈ ഇവരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ തീ അത്തരത്തിൽ ആളിക്കത്തിയതെ തുടർന്ന് അവർക്ക് ഒരു തരത്തിലുള്ള നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. തുടർന്ന് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് വരുന്ന സമയമാകുമ്പോഴേക്കും ഏതാണ്ട് എല്ലാം ഈ കത്തി അതിന്റെ പാരമ്യത്തിൽ തന്നെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആദ്യം ഭദ്ര പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഇത്തരത്തിലുള്ള അപകടത്തിന്റെ കാരണം എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ പോലീസിന്റെ വിശദമായിട്ടുള്ള പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് നടക്കാൻ അല്ലെങ്കിൽ അതിന്റെ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഫോറൻസിക് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയാണ്. നേരത്തെ ഇവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ അത്തരത്തിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യം ലഭ്യമായിരുന്ന വിവരം. പക്ഷേ ഇപ്പോൾ അതല്ല, അതിന് മറിച്ച് ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാൾ ബിനു അവിടെ ഈ മലഞ്ചരക്ക് വ്യാപാരിയാണ്. എക്സ്പോർട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ഇടയ്ക്ക് ഇവരുടെ ഗോഡൌൺ തീ പിടിക്കുകയും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പക്ഷേ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം. ഒപ്പം ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവരെ തള്ളിവിടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അതും ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ വരുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം ഈ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? അതുപോലെ ഇവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം ആയിരിക്കും ഇന്നിപ്പോൾ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. അതിനുശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുക. എന്തായാലും ആലുവ റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ടിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ള ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതിനുശേഷമാണ് പോലീസ് തന്നെ വ്യക്തമാക്കിയത് ഫോറൻസിക്കിന്റെ പരിശോധനാ ഫലം അനിവാര്യമാണ്. അത് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനം ആകുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അത് ഈ ഫോറൻസിക്കിന്റെയും പോലീസിന്റെ അന്വേഷണം സമാന്തരമായി തന്നെ ഈ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും തരത്തിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പരിശോധനയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇവർ താമസിച്ചിരുന്ന വീട് മുറി അകത്തു നിന്നും അടച്ചിട്ടിരുന്ന നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ ഇതിനകത്ത് ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്.